അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചകൾക്ക് ശേഷം നമ്മൾ ഏലത്തോട്ടത്തിലേക്കൊന്ന് പോയി നോക്കി. മെയിനായിട്ട് ചക്കപ്പഴം ഉണ്ടെങ്കിൽ പറിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 2-3 പ്ലാവേ നോക്കി, പക്ഷേ നമ്മുടെ സമയമോശം കിട്ടിയില്ല. കണ്ടല്ലോ, വിഷു കഴിഞ്ഞതുകൊണ്ട് പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി. ഇന്നിനി പണിയൊന്നും എടുക്കണ്ട എന്ന് കരുതിയിരിക്കുമ്പോൾ ദേ കിടക്കുന്നു പാക്ക്. പിന്നെ തെങ്ങേ നോക്കിയപ്പോൾ ഓലയെല്ലാം ഉണങ്ങി, കുറേ തേങ്ങ പൊഴിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഈട്ടിമരമാണ്. ഇവനാണ് ഈ പറമ്പിലെ കിങ്. എന്നെങ്കിലും നിയമമൊക്കെ മാറും എന്നുള്ള പ്രതീക്ഷയിലങ്ങ് പോകുന്നു. പിന്നെ ജാതി ചോദിക്കുവാണെങ്കിൽ ജാതിയുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിക്കുരു പഴുത്ത് നിപ്പുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തോട്ടത്തിന് മൊത്തത്തിലൊരു ക്ഷീണമുണ്ട്. ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തോടും പറമ്പുമൊക്കെ കുറച്ച് വരണ്ട് കിടക്കുക. ഇതൊക്കെ മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന തോടാണ്. ചക്ക പഴുത്തത് കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ഒരു പച്ച വെട്ടി വെക്കാമെന്ന് കരുതുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ പഴുക്കും. പണിയെടുത്ത് ക്ഷീണിച്ച് നിന്നപ്പോൾ ഒരു കരിക്ക് കിട്ടി. പിന്നെ വാക്കത്തിക്ക് നല്ല മൂർച്ചയായതുകൊണ്ട് എങ്ങനെയൊക്കെയോ അത് വെട്ടിയെടുത്ത് കുടിച്ചു. പിന്നെ ഉള്ളതെല്ലാം വാരി ചാക്കി കെട്ടി വീട്ടിലോട്ട്.